ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ഒരു സുപ്രധാന നീക്കമാണ് INS ആന്ത്രോത്ത് എന്ന യുദ്ധക്കപ്പൽ. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായാണ് ഇതിന്റെ നിർമ്മാണവും നാവികസേനയിലേക്കുള്ള ഉൾപ്പെടുത്തലും. ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കുവാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുവാൻ ശേഷിയുള്ളതാണ്. കൊൽക്കത്തയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണ സ്ഥാപനമായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് INS ആന്ത്രോത്ത് നിർമ്മിച്ചത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ രണ്ടാമത്തേതാണ് ഇത്. ആഴം കുറഞ്ഞ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് ഈ കപ്പലുകളുടെ പ്രധാന സവിശേഷത. INS ആന്ത്രോത്തിന്റെ രൂപകൽപ്പന പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചതാണ്. കപ്പലിന്റെ നിർമ്മാണത്തിൽ 80% തദ്ദേശീയമായ ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. തീരദേശ നിരീക്ഷണം, അന്തർവാഹിനി ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ, അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കൽ, തീരപ്രദേശങ്ങളെയും തുറമുഖങ്ങളെയും സംരക്ഷിക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ദൗത്യങ്ങൾ. INS ആന്ത്രോത്ത് ആധുനിക ആയുധ ശേഖരത്താൽ സമ്പന്നമാണ്. ഇതിൽ ടോർപിഡോകളും ആന്റി സബ്മറൈൻ റോക്കറ്റുകളും മൈനുകളും ഉൾപ്പെടുന്നു. കൂടാതെ ശത്രു കപ്പലുകളെയും ചെറുവിമാനങ്ങളെയും നേരിടാൻ ശേഷിയുള്ള 30 മില്ലിമീറ്റർ ഗണ്ണുകളും 12.7 മില്ലിമീറ്റർ റിമോട്ട് കൺട്രോൾഡ് ഗണ്ണുകളും ഇതിലുണ്ട്. കപ്പലിൽ ഹൾ മൗണ്ടഡ് സോണാർ, ലോ ഫ്രീക്വൻസി വേരിയബിൾ ഡെപ്ത് സോണാർ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഇത് വെള്ളത്തിനടിയിലുള്ള ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ശത്രു അന്തർവാഹിനികളെ മറ്റു വസ്തുക്കളെയും വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. ഏകദേശം 77.6 മീറ്റർ നീളവും 10.5 മീറ്റർ വീതിയുമുണ്ട് ഇതിന്. ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് ഇത്. മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. ലക്ഷദ്വീപിലെ തന്ത്രപ്രധാനമായ ആന്ത്രോത്ത് ദ്വീപിന്റെ പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സമുദ്രാതിർത്തികളെ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു.